ഇപ്പോൾ 4 വർഷത്തെ UG കോഴ്സുകൾ കേരളത്തിൽ NEP-യുടെ ബേസിൽ ഒരു വർഷമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് നേരത്തെ അപേക്ഷിച്ച് ഇതിൽ വന്നിട്ടുള്ളത്? ഇപ്പം FIUGP എന്ന് പറഞ്ഞാൽ 4 ഇയർ UG പ്രോഗ്രാം എന്നാണ്, 4 വർഷത്തെ ഡിഗ്രികൾ. ഒന്നാമത് പറയാനുള്ളത്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് അവർക്ക് വലിയൊരു കരിയർ സാധ്യത തുറന്നു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടാനുസരണം തങ്ങളുടെ കോഴ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ അവർക്കുണ്ട്. ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക്, ഒരു കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് സയൻസിലും കൂടി ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടി മുമ്പ് ആ കൊമേഴ്സ് സബ്ജക്ട്സ് മാത്രമേ പഠിക്കാൻ അവസരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാറിയിട്ട് കുട്ടിക്ക് എന്താ സയൻസിൽ നിന്നും കൂടി സബ്ജക്ട്സ് മൈനറായിട്ട് പഠിക്കാനുള്ള അവസരങ്ങൾ നിലവിൽ കിട്ടുന്നുണ്ട്. അതേപോലെ അവരനുഭവിക്കുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. കുട്ടികൾക്ക് പണ്ട് നമ്മളൊരു ഡിഗ്രിക്ക് ചേർന്ന് പകുതിയിൽ നിർത്തി പോയാൽ ആ കുട്ടിയുടെ കോഴ്സ് അതോടുകൂടി അവസാനിച്ചു. പക്ഷേ ഇപ്പോഴുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് 2 വർഷം കൊണ്ട് ഒരാൾ എക്സിറ്റ് ആവുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതിൽ 3 വർഷത്തിലാണ് കുട്ടി എക്സിറ്റ് ആവുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഡിഗ്രിയോടുകൂടി എക്സിറ്റ് ആവാം. അതല്ല 4 വർഷത്തിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഹോണേഴ്സ് ഡിഗ്രിയോടുകൂടി പുറത്തിറങ്ങാം. അത് കുറച്ചും റിസർച്ചിൽ താല്പര്യമുള്ള കുട്ടികൾ മാത്രം അങ്ങനെ ചെയ്താൽ മതി. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. 4 വർഷം ആകുമ്പോൾ നമുക്ക് UGC നെറ്റിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. PGക്ക് പോവാതെ തന്നെ ചെയ്യാൻ പറ്റും. PhD ചെയ്യാൻ സാധ്യതകളുണ്ട്. അങ്ങനെ ഒരുപാട് റിസർച്ചിന് പ്രാധാന്യം നൽകുന്ന ഒരു രൂപത്തിലാണ് 4 വർഷ ഡിഗ്രി വന്നിട്ടുള്ളത്. പക്ഷേ ഇവർ അനുഭവിക്കുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് വെച്ചാൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മുടെ കുട്ടികൾ 4 വർഷ ഡിഗ്രി ശ്രദ്ധിച്ചില്ല അവർക്ക് സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, പലപ്പോഴും പല കുട്ടികൾക്ക് എന്തില്ല, ഡിഗ്രി തൻ്റെ കോഴ്സ് എങ്ങനെയായിരിക്കണം എന്നൊരു കൃത്യമായ ധാരണയില്ല. അങ്ങനെ വരുന്ന കുട്ടികൾ പലപ്പോഴും പല പ്രതിസന്ധി ചെന്നപ്പെടാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഡിഗ്രിയിൽ വന്ന് ചേരുന്നു, അല്ലെങ്കിൽ കൊമേഴ്സിലേക്കോ അല്ലെങ്കിൽ BA-യിലേക്കോ BSc-യിലേക്കോ വന്ന് ചേരുന്ന കുട്ടികൾ അവർക്ക് തങ്ങളുടെ കരിയർ എന്താണെന്നോ ഡ്രീം എവിടെയാണെന്നോ സെറ്റ് ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ വിവിധങ്ങളായ കോഴ്സുകൾ ക്യാമ്പസിൽ കാണും. ഇഷ്ടാനുസരണം അവിടെ നിന്ന് കുറച്ച് മൈനർ ഇവിടെ നിന്ന് എടുക്കുന്നു, ഒരു മൈനർ അവിടെ നിന്ന് എടുക്കുന്നു. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന അവസാനം ഒന്നിലും ഫോക്കസ് ഇല്ലാതെ വെറുതെ ഒരു ഡിഗ്രിയുമായിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഒന്നാമത് ഉണ്ടാവണം, നമുക്ക് എവിടെയാണ് എൻ്റെ കരിയർ എന്നത് കൃത്യമായിട്ട് കുട്ടികൾ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, തങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ താൻ ചേരാൻ പോകുന്ന ക്യാമ്പസിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതെങ്ങനെ പരിശോധിക്കാം? അതിനവസരം എന്ന് പറയുന്നത്, ഓരോ കോളേജിലും അവിടെ കോഴ്സ് ബാസ്ക്കറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ആ കോഴ്സ് ബാസ്ക്കറ്റ് നിന്ന് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം ആ കോളേജിൽ ചൂസ് ചെയ്താൽ മതി. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 3 തരത്തിലാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് മേജർ, മൈനർ, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ, ഒരു കുട്ടിക്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇംഗ്ലീഷിൽ ചേർന്ന കുട്ടിക്ക് അവൻ അതിൽ മെയിനായിട്ട് മേജറായിട്ട് ചെയ്യുന്നു. ആ കുട്ടിക്ക് തന്നെ കുറച്ചും കൂടെ എന്തുണ്ട്, കൊമേഴ്സിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മൈനറിൽ കൊമേഴ്സ് സബ്ജക്റ്റിന് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് മൈനർ ചെയ്യാം. അതേപോലെ തന്നെ കൂടി ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആ കുട്ടി ഹിന്ദിയോ അറബിക്കോ അതിന് കൂടെ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കൂടെ തന്നെ അറബിക്കൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി കുറച്ചുകൂടി ഇൻ്റർനാഷണൽ സാധ്യതകളുണ്ട് കോഴ്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അടുത്തൊരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് നിലയ്ക്ക് അറബിയും കൂടി ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നാഷണൽ ലാംഗ്വേജ് ഹിന്ദിയും കൂടി MDC പഠിക്കുമെങ്കിൽ ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് വരുമ്പോൾ കുട്ടികളുടെ ഉപകാരമാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ പലപ്പോഴും കുട്ടികൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, തൻ്റെ ഫ്രണ്ട്സ് എന്താണോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഡിപ്പാർട്ട്മെൻറ്റ് കൊള്ളാം, അല്ലെങ്കിൽ ആ അധ്യാപകൻ കുറച്ചൊരു മാർക്ക് തരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പല കോഴ്സുകളും പോയിട്ട് എടുക്കും. എന്നാൽ അവസാനം തങ്ങൾക്ക് യാതൊരു ഉപകാരം ഇല്ലാത്ത, തനിക്കൊരു സാധ്യത ഇല്ലാത്ത പല കോഴ്സുകളായിട്ട് ഒരു ഡിഗ്രി ആയിട്ട് പുറത്തോട്ട് വരും. അത് വലിയ നഷ്ടം ഉണ്ടാക്കും.